വീണ്ടും ആശങ്കാജനകമായ ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. വയനാട് ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ് എന്നുള്ളൊരു സൂചനയായി ഈ ഉയർന്നു വരുന്ന മരണങ്ങളെ കാണേണ്ടതുണ്ടോ? മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ 3 മാസം പ്രായമുള്ള ആ കുഞ്ഞും അതുപോലെ തന്നെ മറ്റൊരാളും മരിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും മൂന്നാമതൊരാൾ കൂടി മരിച്ചിരിക്കുകയാണ്. നിലവിൽ എത്ര പേരാണ് ചികിത്സയിലുള്ളത്? നിലവിൽ എത്ര പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്? അതുല്യ, ഈ ഒരാഴ്ചക്കിടെയുള്ള 3ാമത്തെ മരണം, 1 മാസത്തിനിടെയുള്ള 4ാമത്തെ മരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഈ രതീഷിന്റെ മരണത്തെ വയനാട് ബത്തേരി സ്വദേശിയായിട്ടുള്ള 45 വയസ്സുകാരൻ രതീഷാണ് ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഏറ്റവും ഒടുവിൽ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗത്തിന്റെ ഒരു ദുരിതാവസ്ഥ നമുക്കറിയാം. അത് ആ രോഗം പിടിവിട്ട് കഴിഞ്ഞാൽ 80 മുതൽ 90% വരെ ജീവൻ പോകാനുള്ള മരണസാധ്യതയുള്ള ഒരു രോഗമാണ്. അത് പിടിപെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് അനിവാര്യമായിട്ടുള്ളത്. ഈ രതീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് തന്നെ ഏകദേശം 1 മാസം പിന്നിടുകയും ചെയ്തതാണ്. സ്വാഭാവികമായിട്ടും ഈ 1 മാസത്തിനടുത്താണ് ഈ രതീഷിന് രോഗം പിടിപെടുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തെ ഈ ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുകയായിരുന്നു. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ വെച്ചത്. ഇടയ്ക്ക് വെച്ച് ആരോഗ്യനിലയിൽ ഒരു നേരിയ പുരോഗതിയൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ രതീഷ് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനിയിപ്പോൾ ആകെ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ ഉണ്ടായിട്ടുള്ളത്. അതിലൊരാൾ മരിച്ചതോടുകൂടി ഇനി ബാക്കി 10 പേരാണ് അവശേഷിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗമുക്തി നേടിയ ആളുകൾ നമ്മുടെ മുൻപിലുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രിയിലും ഈ സർക്കാർ ആശുപത്രിയിൽ നിന്നും ഒരാളും ഒക്കെ ആയിട്ട് വിരലിലെണ്ണാവുന്ന ചില മനുഷ്യർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗമുക്തി നേടിയിട്ടുണ്ട്. അതുപോലെ ഇനി ഇപ്പോൾ ശക്തമായ രീതിയിൽ അവരും തിരിച്ചു വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷ പ്രകടിപ്പിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മരണസാധ്യത ഏറെയുള്ള രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒഴുകാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക, അല്ലെങ്കിൽ മുങ്ങാതിരിക്കുക, അതിൽ മുഖവും വായും കഴുകാതിരിക്കുക. ഒപ്പം തന്നെ കിണർ ജലവുമായാലും ഈ കുടിവെള്ള ടാങ്കിലുള്ള വെള്ളമായാലും ക്ലോറിനേറ്റ് ചെയ്ത് അത് ശുദ്ധിയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലാത്തൊരു സാഹചര്യത്തിൽ മലീമസമായ ജലസ്രോതസ്സുകൾ ഒരു കാരണവശാലും, അത് വീട്ടാവശ്യത്തിനാവട്ടെ, നമ്മുടെ കുളിക്കാനും അലക്കാനും കഴുകാനും ഒക്കെയുള്ള ആവശ്യത്തിനാവട്ടെ, പരമാവധി ഉപയോഗിക്കാതിരിക്കാതെ എവിടെയായാലും. ഇതിവിടെ ഈ മലബാർ ജില്ലകളിലായിരുന്നു ആദ്യം തുടക്കത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പുറത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പിന്നീടത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക കണക്കുകളെല്ലാം തന്നെ വ്യക്തമാകുന്നുണ്ട്. ഒരു തവണ മാത്രമാണ് ആരോഗ്യവകുപ്പ് ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ ഇനി എത്ര പേർ ചികിത്സയിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൃത്യമായി പുറത്തുവിടുന്നില്ല. പിന്നെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കണക്ക് മാത്രമാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും അത് മാധ്യമങ്ങളുടെ ഒരു ശക്തമായ ഇടപെടലിൻ്റെ കൂടി ഫലമാണത്. ഇനിയിപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ചികിത്സയിലുണ്ട്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുള്ള ആളുകൾ, ഈ 5 ജില്ല മലബാർ മേഖലാ പരിധിയിലുള്ള 5 ജില്ലകളിലുള്ള ആളുകൾ തന്നെ ചികിത്സയിലുണ്ട്. അതിന് പുറമെ മധ്യ കേരളത്തിലുമുണ്ട്. ഒപ്പം തന്നെ കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ മേഖലകളിലും ആളുകൾ ചികിത്സയിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ ഒരു സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം. 52 വയസ്സുള്ള ഒരു സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. പിന്നീട് 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ തിരിച്ചുവരവിനായി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതാണ്. ആ കുഞ്ഞ് 1 മാസത്തോളമാണ് അവിടെ ചികിത്സയിൽ കഴിഞ്ഞത്. അങ്ങനെ 4ാമത്തെ മാസത്തിൽ ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന ഒരു ദൗർഭാഗ്യകരമായൊരു സാഹചര്യം കണ്ടു. അതിനും 1 മാസം മുൻപ് നമ്മൾ താമരശ്ശേരി ആനപ്പാറ പോയിലെ അനയ എന്ന 10 വയസ്സുള്ള ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയ ഒരു സാഹചര്യം കണ്ടു. അനയുടെ സഹോദരൻ, 7 വയസ്സുള്ള സഹോദരൻ ഉൾപ്പെടെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. അവരൊക്കെ പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത് വരട്ടെ എന്ന് മാത്രം ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. തികഞ്ഞ ജാഗ്രത അനിവാര്യമാണ്. പേടി വേണ്ടതില്ല. എങ്കിൽ കൂടിയും ശുദ്ധജലമാണ് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ്. നമുക്കും ഇത് ബാധകമാണ്. നമ്മളെല്ലാവരും തന്നെ ശുദ്ധജലം ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതുല്യ.
തീർച്ചയായും റിയാസ്, എന്തായാലും ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ജനകീയ പ്രതിരോധ ക്യാമ്പയിനുകളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും ബോധവൽക്കരണം നടത്തുന്നതും അടക്കമുള്ള ക്യാമ്പയിനുകൾ നടത്തി വന്നിരുന്നു. ഇപ്പോൾ നിലവിൽ ആ ക്യാമ്പയിനുകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളടക്കമുള്ളവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും അവരുടെ വീടുകളിൽ ഇത്തരത്തിൽ പ്രതിരോധ മാർഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധത്തിനുള്ള മറ്റ് രീതികൾ അവലംബിക്കുകയോ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? അത് സ്വാഭാവികമായും അതുല്യ ചോദിച്ച ഒരു സംശയം, അത് പൊതുസമൂഹത്തിൻ്റെ തന്നെ സംശയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരില്ല. അതുകൊണ്ട് സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ട ഒരു കാര്യമില്ല. സ്വാഭാവികമായും ഇത് പടരുന്നത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിലൂടെ മാത്രമാണ്. മൂക്കിനകത്ത് കയറി ഈ ജലം മൂക്കിലൂടെ കയറി നമ്മുടെ അതായത് ഈ ജലത്തിലുള്ള ഈ അമീബ മൂക്കിനകത്തോട് കയറി പിന്നീട് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് മൂക്ക് ചീറ്റുമ്പോൾ അല്ലെങ്കിൽ മുങ്ങിക്കുളിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നതാണ്. അതിൽ തന്നെ ഇപ്പോഴും ഒരു ഒരു കൃത്യമായ ഒരു വ്യക്തതയില്ലാത്തൊരു അമീബിക് മസ്തിഷ്ക ജ്വര സ്ഥിരീകരണവും മരണവും സംഭവിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കാര്യത്തിലാണ്. ആ കുഞ്ഞിന് എങ്ങനെ രോഗം ബാധിച്ചു അത് ഇപ്പോഴും അവ്യക്തതയാണ്. കിണർ ജലത്തിലൂടെയാണ് എന്ന് പറയുന്നു, ആ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ 3 മാസം മാത്രമുള്ള പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ ഒരു നിഗമനം മാത്രമാണ് കിണർ വെള്ളം എന്നുള്ളത്. കാരണം ആ കുഞ്ഞിന് മുങ്ങിക്കുളിക്കാൻ കഴിയില്ല, മുങ്ങിക്കുളിപ്പിക്കാൻ പറ്റില്ല. സ്വാഭാവികമായും ഈ കുഞ്ഞിനെയൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് മൂക്കിലൊക്കെ വെള്ളം കയറ്റി അത് കൃത്യമായ രീതിയിൽ മൂക്കൊക്കെ ക്ലീനാക്കി കൊടുത്ത് വൃത്തിയാക്കി കൊടുത്ത് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതി ഒക്കെ ഇനി ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ അധികൃതർ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. എന്തായാലും ഈ ഒരു രോഗത്തെ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസകരമായ കാര്യം, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരാൾക്ക് പിടിപെട്ടാൽ കൂടെയുള്ള ആളുകൾക്ക് പിടിപെടില്ല. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്ന രോഗമല്ല ഇത്. നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ജലം ശുദ്ധമല്ലെങ്കിൽ നമുക്കും പടരാവുന്ന ഒരു രോഗം കൂടിയാണ്. അതുകൊണ്ട് ജാഗ്രത വളരെയധികം പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും വളരെ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളെല്ലാം തന്നെ ഈ സംസ്ഥാന വ്യാപകമായി കിണറുകളും ഒപ്പം തന്നെ വാട്ടർ ടാങ്കുകളും മറ്റ് ജലസ്രോതസ്സുകളും എല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവൃത്തി പലയിടങ്ങളിൽ നടന്നിരുന്നു. ഇനിയും നടക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റുമൊക്കെയുണ്ട്. നമ്മൾ തന്നെ സ്വമേധയാ, സർക്കാർ പറയേണ്ടതില്ലല്ലോ. കാരണം സർക്കാർ പറയുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ജീവനാണ്. അതുകൊണ്ട് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ ജലം, നമ്മുടെ വാട്ടർ ടാങ്കിലെ ജലം അത് ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തുക. വാട്ടർ ടാങ്ക് എല്ലാം തന്നെ മലീമസപ്പെട്ട അല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിണർ ജലം എല്ലാം തന്നെ പഴയ കിണറ്റിലെ വെള്ളമാണെങ്കിൽ അതൊന്ന് ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ എടുക്കുക. കാരണം നമ്മുടെ ജീവൻ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നൊരു സ്വയം ബോധം നമുക്കുണ്ടാവുക. അതിനപ്പുറത്തേക്ക് അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എങ്കിൽ കൂടിയും, ഒരു പൗരൻ്റെ ജീവൻ ഉത്തരവാദിത്തമാണ് എങ്കിൽ കൂടിയും അതിനേക്കാൾ ഉപരി എൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് എൻ്റെ കൂടി അനിവാര്യതയാണ് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവുക. അത്തരമൊരു ജാഗ്രത ഉണ്ടാവുക. പേടി വേണ്ടതില്ല. ശുദ്ധമായ ജലമാണെങ്കിൽ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ശുദ്ധജലത്തിൽ ഒരിക്കലും ഈ ഒരു രോഗാണുവായിട്ടുള്ള അമീബ വളരില്ല എന്നുകൂടി ആരോഗ്യ വിഭാഗം അധികൃതർ, ഈ മെഡിക്കൽ രംഗത്തെ വിദഗ്ധരെല്ലാം തന്നെ പലതവണ നമ്മുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മലീമസമായ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഒപ്പം തന്നെ പായലും പൂപ്പലുമൊക്കെയുള്ള ജലത്തിലുമൊക്കെ ഇത്തരം അമീബകളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. അതുകൊണ്ട് അത്തരം അമീബകളെ കരുതിയിരിക്കുക. ഒപ്പം തന്നെ അത്തരം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ക്ലോറിനേറ്റ് ചെയ്ത് ശുചിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരിക. ആർക്കും ഇനി മരണങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷ പ്രകടിപ്പിക്കാം. രതീഷ് 45 വയസ്സുകാരൻ ആണ്, ബത്തേരി സ്വദേശിയാണ്. ഏറ്റവും ഒടുവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മരിച്ചിരിക്കുന്നത്. അതുല്യ. ശരി റിയാസ്, സംസ്ഥാനത്ത് എന്തായാലും ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. വയനാട് ബത്തേരി സ്വദേശിയായ രതീഷാണ് മരിച്ചത്. ഇതോടെ ഈ ഒരാഴ്ചയിൽ മരിച്ചവരുടെ എണ്ണം 3 ആയിരിക്കുകയാണ്. നിലവിൽ 11 പേരായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിലൊരാളാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.